കട്ടപ്പന ടൗണിലെയും പരിസര പ്രദേശങ്ങളിലെയും ഭൂരിഭാഗം റോഡുകളിലും കുഴികൾ രൂപപ്പെട്ട് ഗതാഗതം ദുസ്സഹമായിട്ടും പരിഹാരമുണ്ടാകാത്ത നഗരസഭാ അധികൃതർക്കും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർക്കുമെതിരെ വ്യത്യസ്ത രീതിയിലുള്ള പ്രതിഷേധവുമായി ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന. പ്രതിഷേധ സൂചകമായി കട്ടപ്പന ടൗണിൽ ഗർത്ത സമരവും സർവമത പ്രാർത്ഥനയും നടത്തി. ഇതുവഴി ചെയർപേഴ്സൺ എല്ലാ ദിവസവും കടന്നു പോകും. ചെയർപേഴ്സന്റെ തല 4 തവണ വണ്ടിയുടെ മുകളിൽ ചെന്നിരിക്കും. വീണ്ടും തല തിരുമിക്കൊണ്ടാണ് ചെയർപേഴ്സൺ കടന്നു പോകുന്നത്. അതുപോലെ ഒരു വൈസ് ചെയർമാൻ ബഹുമാനായ ശ്രീ KJ ബെന്നിയുണ്ട്. അദ്ദേഹം ആഴ്ചയിൽ 4 പത്രസമ്മേളനം നടത്തി കുഴികളെല്ലാം അടയ്ക്കുന്നുണ്ട്. കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡ്, പുതിയ ബസ് സ്റ്റാൻഡ് അടക്കം നഗരസഭയിലെ വിവിധ റോഡുകളിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ട് അപകടങ്ങൾ തുടർക്കഥയാകുകയാണ്. കാൽനട യാത്രികരും ഇരുചക്ര വാഹന യാത്രികരും അടക്കം അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായി മാറി. വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവാണ്. ഇതിനെതിരെ മാധ്യമങ്ങൾ നിരവധി തവണ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുകയും ഒപ്പം നിരവധി പ്രതിഷേധങ്ങൾ ഉയരുകയും ചെയ്തിട്ടും ഇതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. പുതിയ ബസ് സ്റ്റാൻഡിൽ മഴക്കാലമായാൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സ്ഥിതിയാണ്. റോഡുകൾ തകർന്നു കിടക്കുന്നതും ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നതും അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന കട്ടപ്പനയുടെ പ്രതിച്ഛായയ്ക്ക് കളങ്കമേൽപ്പിക്കുകയുമാണ്. എത്രയും വേഗം ഈ വിഷയത്തിൽ അടിയന്തര നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടാണ് ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയുടെ നേതൃത്വത്തിൽ ഗർത്ത സമരവും സർവമത പ്രാർത്ഥനയും നടത്തിയത്. അങ്ങ് തനിയണമേ, നാട്ടുകാരുടെ കാലൊടിക്കാതെയും ബൈക്ക് തലകുത്തി വീഴാതെയും വാഹനങ്ങളുടെ ആക്സിലൊടിയാതെയും അങ്ങ് ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ. കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിലെ വലിയ ഗർത്തത്തിന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരത്തിൽ ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന പ്രസിഡന്റ് സിജോ എവറസ്റ്റ് അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി S. സൂര്യലാൽ, ട്രഷറർ ബിജോയ് സൊരലയ, ടോമി ആനിക്കാമുണ്ട, JB ജോസഫ്, സൈജോ ഫിലിപ്പ്, രാജേഷ് രാജേന്ദ്രൻ, PP കിഷോർ, SG മനോജ്, ജോസൻ K. ജോർജ്, ശ്രീജിത് ജയൻ എന്നിവർ സംസാരിച്ചു. ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയിലെ അംഗങ്ങൾ നേതൃത്വം വഹിച്ചു. പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് നഗരസഭാ അധികൃതർക്കും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർക്കും ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന ഭാരവാഹികൾ നിവേദനം നൽകി. എത്രയും വേഗം പ്രശ്നത്തിന് പരിഹാരം കാണാത്ത പക്ഷം ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയുടെ നേതൃത്വത്തിൽ പൊതുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഓഫീസ് പടിക്കൽ ഉപസമരം ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങൾ ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.